ഇന്ന് വൈകിട്ട് കറി വെക്കാനായിട്ട് നല്ല പച്ച മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് നാൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ ഇപ്പം മത്തി വാങ്ങിക്കുന്നത്. നേരെ ഉരുട്ടിയത് കൊണ്ട് ഞാൻ മീൻ വെട്ടാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല, അകത്ത് നിന്ന് തന്നെ അങ്ങ് വെട്ടാന്ന് വിചാരിച്ചു. അത് മാത്രമല്ല വൈകുന്നേരം ആയാൽ പിന്നെ പുറത്തിരുന്ന് മീൻ വെട്ടല് വലിയ ടാസ്ക് ആണ്. മീനെല്ലാം വെട്ടിയെടുത്തിട്ട് പുറത്തോട്ട് കഴുകാൻ ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ടാസ്ക്. ഇവരുടെ കൂടെ ഇരുന്ന് മീൻ വെട്ടി കഴിഞ്ഞാൽ ചട്ടിയിലെ മീൻ എണ്ണത്തിന് കുറവ് വരുവേ. അങ്ങനെ ഞാൻ മീനും കഴുകി അകത്ത് വന്നപ്പോൾ മീൻ കറി വെക്കേണ്ട, പകരം മീൻ പീര വെക്കാന്നങ്ങ് വിചാരിച്ചു. അതിനായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചെറിയുള്ളി ഇഞ്ചി എല്ലാം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. മീൻ പീര വെക്കാമെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് മീനിനകത്തുനിന്ന് കുറച്ച് മീനമ്മ പിന്നെ വറക്കാമെന്നും പറഞ്ഞ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ എല്ലാം കൂടെ ചതച്ചിട്ട് ചട്ടിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അരപ്പ് ചൂടാവാനായിട്ട് അടപ്പയിലോട്ട് അങ്ങ് വെച്ചു കൊടുത്തേ. ഇനി അതിലോട്ട് കുറച്ച് കുടമ്പുളിയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അരപ്പൊന്ന് തിളച്ചു വന്നപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. അങ്ങനെ മീനെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുത്തപ്പോൾ നമ്മുടെ മീൻ പീര റെഡിയായേ. ഇവിടെ മീൻ പീര വെക്കുമ്പോൾ കുറച്ച് ചാറോടുകൂടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ അത്താഴത്തിനുള്ള കറിയൊക്കെ റെഡിയായേ. ചോറും പയറുമെഴുക്കൂരട്ടി, മോരുകറി, പിന്നെ മീൻപീര എല്ലാം കൂടെ കൂട്ടി അമ്മയും കഴിച്ചു, കൂടെ പിള്ളേർക്കും കഴിക്കാൻ കൊടുത്തേ.